വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ മക്കളെ നോക്ക്, നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങ് എത്തി റെഡി ആയിരിക്കാം നമ്മളല്ലേ. സോ എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ചോദ്യത്തിലേക്ക് പോകുന്ന മുമ്പ് മിസ് നമ്മുടെ പ്രാണ ബാച്ചിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ 4ാം ക്ലാസ്സിലെ ബാച്ചിനെ നമ്മൾ വിളിക്കുന്നത് പ്രാണ ബാച്ച് എന്നാണ് അല്ലേ. എന്തൊക്കെയാണ് സൈലത്തിൽ നിങ്ങൾക്ക് പ്രാണ ബാച്ചിൽ ലഭ്യമാവുക, അല്ലെങ്കിൽ വാട്ട് വി ആർ പ്രൊവൈഡിങ് ടു യു, എന്താണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തരുന്നത്? ഇവിടെ നോക്കുക, ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെയുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൽ എന്തുണ്ട്? ഇവിടെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ഉണ്ട്. ഓക്കെ, അതായത് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ഒത്തിരി പഠിപ്പിച്ച് ശീലമുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഉണ്ട്. രണ്ടാമത്തത് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ് ആണ്. റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളുടെ പാഠങ്ങളൊക്കെ എന്തിന്റെ ബണ്ടിലായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് പാഠമാണോ വേണ്ടത്, ആ പാഠത്തിന്റെ തന്നെ ഏത് ഭാഗങ്ങളാണോ വേണ്ടത്, അത് ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് തുറന്നാൽ കിട്ടും. രണ്ടാമത്തെ പറയുന്നത് ലൈവ് ക്ലാസ്സസ് ആണ്. ഈ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ട് നിങ്ങൾ എന്ത് വേണ്ട, നിങ്ങൾ ക്ലാസ് പഠിക്കേണ്ട. എല്ലാ ദിവസവും എന്താ നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നത് പോലെ രാത്രി നിങ്ങൾക്ക് എന്തുണ്ടാകും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പൊ അതും ഒരു ബെനിഫിറ്റ് അല്ല. അപ്പൊ റെക്കോർഡ് ക്ലാസ്സസ് പ്ലസ് എന്തുണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. രണ്ടാമത്തെ നിങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഓൺലൈൻ ആണല്ലോ, എങ്ങനെ എന്റെ സംശയം ചോദിക്കാം, മിസ് ക്യാമറന്റെ ഉള്ളിലേക്ക് തോന്നൂലേ? അങ്ങനെയല്ല, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഡൗട്ട് ക്ലാരിഫിക്കേഷന്റെ ബണ്ടിൽ ഉണ്ട്. അവിടെ നിങ്ങളെ ഡൗട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് എഴുതാം. ആ ഡൗട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ടീച്ചേഴ്സ് വായിച്ച് ആപ്പിൽ നിന്ന് വായിച്ചിട്ട് അവിടെ തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് തരും. അപ്പൊ അവിടെ എന്താണ് സംഗതി സെറ്റ്. അടുത്ത് നോക്ക്, നിങ്ങൾ യൂണിറ്റ് ടെസ്റ്റ് ആണ് അല്ലേ. ഓരോ പാഠം കഴിയുമ്പോഴും നിങ്ങൾ വെറുതെ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ വിടുന്നില്ല. സോ യൂണിറ്റ് ടെസ്റ്റ് എന്തുണ്ട്, നടത്തുന്നുണ്ട്. ഓരോ ചാപ്റ്ററിന് ശേഷവും നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പരീക്ഷ എഴുതണം. അടുത്ത് നോക്ക്, സ്ലൈഡ്സ് എന്ത് ചെയ്യും നിങ്ങൾക്ക് അപ്പൊ തന്നെ എന്ത് അവൈലബിൾ ആകും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇതേപോലെ ഒത്തിരി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യും ലഭ്യമാണ്. നെക്സ്റ്റ് നോക്കൂ, ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ 4ാം ക്ലാസ് കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് നിങ്ങൾ ഒത്തിരി SSLCക്ക് ശേഷം ഒത്തിരി പരീക്ഷകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതേണ്ടി വരില്ലേ. അതിലേക്ക് ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന, ബേസിക് അറിവുകൾ തരുന്ന എന്തുണ്ട്, ഒത്തിരി വീഡിയോസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് എന്തുണ്ട് ഈ പറയുന്ന ഭാഗത്തുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് നിങ്ങൾക്ക് പ്രാണ ബാച്ചിലുണ്ടാവും. ഇനി ഇതിനെല്ലാത്തിനും കൂടി നിങ്ങൾ വെറും എന്ത് കൊടുത്താൽ മതി നോക്കൂ, നിങ്ങൾ വെറും 1999 രൂപ കൊടുത്താൽ മതി. നോക്കൂ, നിങ്ങൾ ഒരു 2000 പോലില്ല എന്തില്ല അല്ലെ, 1999 ആണ് എന്ത് വരുന്നത്, നിങ്ങളുടെ കോഴ്സ് ഫീ വരുന്നത് 1 ഇയറിലേക്കാണ്. ഇത്രയും വളരെ സൗകര്യത്തിലാണ് എന്തുള്ളത്, നിങ്ങളുടെ പ്രാണ ബാച്ച് ഉള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, എല്ലാവരും പ്രാണ ബാച്ച് ഓപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൈലത്തിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി നോക്കാം നമ്മളെ ചോദ്യം എന്താ ഇവിടെ. വാട്ട് ഇസ് എ ക്വസ്റ്റ്യൻ ഗിവൺ ഹിയർ? കിങ് വിദ്യാധര മേഡ് പിംഗള ദ ക്രൗൺ പ്രിൻസ് അല്ലേ. എന്താ നമ്മുടെ ആരായി പ്രിൻസ്? പിംഗള രാജാവായിട്ട് മാറി. ദ മെസ്സഞ്ചേഴ്സ് ബ്രോട്ട് ഹിസ് ഫാദർ ടു ദ പാലസ്. എന്ത് ചെയ്തു, മെസ്സഞ്ചേഴ്സ് അദ്ദേഹത്തിന്റെ ദൂതർ എന്ത് ചെയ്തു, അവന്റെ അച്ഛനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന്. ഇവിടെ നോക്ക്, ഓൺ സീങ് പിംഗള ഹിസ് ഫാദേഴ്സ് ജോയ് ഹാഡ് നോ ബൗണ്ടറീസ് അല്ലേ. പിംഗളയെ കണ്ടപ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷം. അച്ഛന്റെ കണ്ണിന്നൊക്കെ എന്താണ് ഇങ്ങനെ വെള്ളമൊക്കെ വന്നൂലേ. അച്ഛന് ഭയങ്കര സന്തോഷമായി. മോനിപ്പോ ആരായത്, മോ രാജാവായല്ലേ. അച്ഛ വാസ് very happy. Now write down the possible conversation between Pingala and his father. അപ്പൊ എന്താണ്, പിങ്കളയും അവന്റെ അച്ഛനും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഈ ഒരു കോൺവെർസേഷൻ? നമുക്ക് ഓർമ്മയുണ്ട്, പാടത്തിൽ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുൻപ് അച്ഛനാണ് അവൻ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്തിട്ട് വിടുന്നത്. നീ പോ, കൊട്ടാരത്തിലേക്ക് നീ പോയിക്കോ, നീ എടുത്ത എഫേർട്ട് നീ രാജാവിന്റെ അടുത്ത് തുറന്ന് പറയണം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുത്ത് വിട്ടിട്ടുള്ളത് പിങ്കളയുടെ അച്ഛനാണ്. അപ്പൊ ഇവിടെ നോക്ക്, നിങ്ങൾ എന്താണ് നമ്മളിവിടെ എഴുതാം. അപ്പൊ പിങ്കൾ എന്ത് പറയും, ഫാദർ ഐ ആം ദ പ്രിൻസ് നൗ. അച്ഛാ, ഇപ്പൊ ഞാൻ ആരായി, ഞാനാണ് രാജാവിനി, ഞാനാണ് ഗാന്ധാര രാജ്യത്തെ രാജാവായത്. ഫാദർ എന്ത് പറയും, ഐ കാൻ ബിലീവ് മൈ ഐസ്. എനിക്ക് എന്റെ കണ്ണുകളെ മോനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മോനെ അച്ഛന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മൈ ഡിയർ ഐ ഫീൽ സോ പ്രൗഡ്. അച്ഛന് ഒത്തിരി അഭിമാനമുണ്ട്. അപ്പൊ പിങ്കൾ എന്ത് പറയാം, യെസ് ഡിയർ ഫാദർ, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. യു ഗ്രീവ് മീ അപ്പ് ആസ് എൻ ഓണസ്റ്റ് ബോയ്. ഫാദർ, അച്ഛാ, നിങ്ങളാണ് എന്നെ എന്ത് ചെയ്തത്, സത്യസന്ധനായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തിയത്. അപ്പൊ നമ്മൾ സത്യസന്ധത ഫോളോ ചെയ്തത് കൊണ്ടാണ് രാജാവ് എന്ത് ചെയ്തത്, നമ്മളെ അംഗീകരിച്ചത്. മറ്റെല്ലാ കുഞ്ഞുങ്ങളെ പോലെ നമ്മളും എന്താണ് ആ റോസ്റ്റഡ് വിത്ത് മാറ്റിയിട്ട് ഒരു ചെടി അവിടെ കുഴിച്ചിട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ, പെട്ടേനെ. അപ്പൊ എന്നെ സത്യസന്ധനായിട്ട് വളർത്തിയത് എന്റെ അച്ഛനല്ലേ. അപ്പൊ ഫാദർ പറയും, ആൻഡ് യു വർക്ക്ഡ് ഹാർഡ് ടു. അപ്പൊ ഞാൻ വളർത്തിയത് മാത്രമല്ല മോനെ, നീ ഒത്തിരി എന്ത് ചെയ്തു, നീ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീ എപ്പോഴും എന്താണ് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, ഫാദർ ഐ നീഡ് യുവർ ബ്ലെസ്സിങ്. അച്ഛനെ എന്ത് ചെയ്യണം, എന്നെ അനുഗ്രഹിക്കണം. അച്ഛനെ അനുഗ്രഹിക്കണം. ഫാദർ സ്റ്റേ ബ്ലെസ് മൈ ഡിയർ, ഓൾവേസ് ബി ഓണസ്റ്റ് ആൻഡ് ബ്രേവ്. എപ്പോഴും എന്ത് വേണം, സത്യം മുറുക്കെ പിടിക്കണം, ബ്രേവ് ആയിട്ടിരിക്കണം, ധൈര്യമുള്ള കുട്ടിയായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു, അച്ഛൻ ആശീർവദിച്ചു അല്ലേ. അപ്പൊ ഈ ഒരു കുഞ്ഞു കൺവെർസേഷൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്തായി,
A+ ഗ്രേഡ് നിങ്ങളുടെ എന്താ ആൻസർ ഷീറ്റിലെത്തി. സോ ദിസ് ഇസ് ദ തിങ്. ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു ഗൈസ്. ഓക്കെ അല്ലേ? സോ സെറ്റ് അല്ലേ? ഇതേപോലുള്ള ഒത്തിരി വീഡിയോസ് എന്തുണ്ട് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. സോ ഇറ്റ് വിൽ ബി uploading in your channels. Wait for the videos, wait for the class. Don't miss any class. Okay, thank you so much.